ഓമന പേര് തിരഞ്ഞെടുത്തത് ആരെയെന്ന് ഏറ്റവും കൂടുതൽ ഇവർ സോറി കേട്ടോ ആരെയെന്നും ഏറ്റവും അതോ മറ്റാരെങ്കിലും ഈ കത്തുനിന്ന് വായിക്കാമോ? ഞാൻ വായിച്ചോണ്ട് ഇനി ഞാൻ വായിച്ചോണ്ട് അനുമോൾക്ക് കാര്യം കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ അനുമോൾക്ക് പറ്റിയില്ല. ഇനി ഒരാൾക്ക് ചാൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ വായിക്കും. അനുമോൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ ഓമന പേര്. എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുക. ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി. ബിഗ് ബോസിന്റെ പുതിയൊരു സീസൺ പിറന്നു. എങ്കിലൊരു പേരിടൽ ചടങ്ങ് കൂടി ആയാലോ? പക്ഷേ പേരിടുന്നത് ഈ വീടിനുള്ളിൽ താമസിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നിങ്ങൾക്ക് പേരിടുന്നതോ മറ്റു മത്സരാർത്ഥികളും. ഓരോരുത്തരായി എഴുന്നേറ്റ് വന്ന് നിങ്ങൾ ഹൗസിനുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാളുടെയും ഒട്ടും ഇഷ്ടമില്ലാത്തയാളുടെയും പേര് പറയുക. ശേഷം ഇരുവർക്കും ഒരു നിക് നെയിം വീതം നൽകേണ്ടതാണ്. ക്യാപ്റ്റൻ അവസാനം ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടമുള്ളതായി തെരഞ്ഞെടുത്തത് ആരെയെന്നും ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടമില്ലാത്തതായി തെരഞ്ഞെടുത്തത് ആരെയെന്നും പറയുക. ഇവർക്ക് രണ്ടുപേർക്കും അവരവർക്ക് ലഭിച്ച നിക് നെയിമുകളിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവർക്ക് രണ്ടു പേർക്കും അവരവർക്ക് ലഭിച്ച നിക് നെയിമുകളിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി മുതൽ ഇവർ ആ പേരിലായിരിക്കും അറിയപ്പെടുക. അവർ തെരഞ്ഞെടുത്ത നെയിമുകൾ ഉപയോഗിച്ച് മാത്രമേ മറ്റുള്ളവർ അവരെ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ. എന്ത് പേര് നൽകണമെന്നത് തികച്ചും നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിരിക്കും. മറ്റുള്ളവർക്ക് 7ന്റെ പണി കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടിയ സുവർണാവസരം കൂടിയാണിത്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ആ പേരുകളായിരിക്കും ഞാൻ വിളിക്കും. ആദ്യം ആര് വരണമെന്ന് ഐ വിൽ ഡിസൈഡ്. സെലക്ട് ധൈര്യമായിട്ട് വരൂ. ശരത് ധൈര്യമായിട്ട് വരൂ. ശരത് ധൈര്യമായിട്ട് വരൂ. ധൈര്യമായിട്ട് വരൂ. ശരത് ധൈര്യമായിട്ട് വരൂ. ശരത് ധൈര്യമായിട്ട് വരൂ. ശരത്തേട്ടന് കുറച്ച് സമയത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വരുന്നത് നിങ്ങൾക്ക് കുറച്ച് നേരം ശരത്ത് ബായോ ശരത്ത് ബായോ യു ക്യാൻ. നിങ്ങൾക്ക് പറ്റും. ശരത്. ആ പറഞ്ഞോ. നീ അവിടെ പേര് നിന്റെ നിക്കണോന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പേര് ഒന്ന് മാറ്റി ഇരുത്ത. ഇതിലെ കിട്ടും. ക്യാമറ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് അവിടെ കൊടുക്കും കുറച്ചു നേരം ക്യാമറയ്ക്ക്. എന്തായാലും എന്റെ സ്പേസ് ആണ്. നമ്മൾ പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടല്ല കളിക്കാവില്ല. ടാസ്ക് നടക്കുമ്പോൾ പറയുന്ന ആളൊഴികെ ബാക്കി എല്ലാവരും ഇരിക്കുക.
ബോസിനെ റെസ്പെക്ട് ചെയ്യുന്നു. ബിഗ് ബോസ് ആദ്യം തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ആള്, അതായത് ഞാൻ ഈ ബിഗ് ബോസിൽ വന്ന ദിവസം മുതൽ എനിക്ക് യാതൊരു തരത്തിലും 1% പോലും ഇഷ്ടമല്ലാത്ത ഒരാള് ഈ ഇരിക്കുന്ന അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അനീഷിനെ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് അനീഷിന് ഇടാൻ പറ്റിയൊരു പേരെന്ന് പറയുന്നത് അനീഷിനെ അടുത്തേക്ക് വിളിക്കൂ. വരൂ അനീഷ് പ്ലീസ്. ഇനി ഇഷ്ടമുള്ള ആളെയും വിളിക്കൂ. അതിനുശേഷം കാരണം പറയൂ, എന്നിട്ട് പേര് പറയൂ. എനിക്ക് ഈ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് ഇഷ്ടമുള്ള ആള് ആര്യൻ. സ്നേഹം കാണിച്ചപ്പോ നമ്മൾ കെട്ടിപ്പിടിക്കണ്ടേ? വിചാരിക്കണൊക്കെ ശരിയാവണമെന്നില്ലല്ലോ. മൂപ്പിച്ച് നമ്മൾ തമ്മിലൊന്നും ഉണ്ടാക്കുന്നില്ല. ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന പേരെന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത ആള്. റീസൺ സോറി, ആര്യനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ആ സമയം തൊട്ട് ആര്യൻ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആര്യൻ ഇടപെടുന്ന വിഷയങ്ങൾക്കാണെങ്കിലും ഒരു വ്യക്തത ഉണ്ട് എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. എന്നോട് പേഴ്സണലി എന്നോട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും കൂടി കറക്റ്റ് വ്യക്തതയോടുകൂടിയാണ് ആര്യൻ സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞാൻ ആര്യനോട് ഒരു ഇഷ്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇയാളോട് ഇഷ്ടമല്ല എന്നുള്ള പറയാൻ കാരണം 100 കാര്യങ്ങളുണ്ട്. അത് അന്ന് മുതൽ ഇന്നുള്ള കാര്യങ്ങൾ പറയണം എനിക്ക് ഏറ്റവും. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടിൽ സിംഹം കാണും, പുലി കാണും, കടുവ കാണും, പല തരത്തിലുള്ള മൃഗങ്ങളുണ്ടാവെങ്കിലും ഇവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ട്. ബോധമില്ലാത്തൊരു ആളെന്ന് പറയുന്നത് മുള്ളംപന്നി എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ആവശ്യമില്ലാത്ത കുറെ മുള്ളുകൾ കൊണ്ട് നടക്കും, ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് കുടയും, ആവശ്യമില്ലാത്തത് വാരും. മുള്ളൻ പന്നി എന്നൊരു പേരാണ് ഇദ്ദേഹത്തിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇസ് എ മുള്ളൻ പന്നി. നെക്സ്റ്റ് ആര്യൻ. ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആര്യൻ എനിക്ക് ഒരു കുറേ പേരുകളുണ്ട് ഇഷ്ടമുള്ളത്, എന്നാലും അതിൽ ഏറ്റവും ബെറ്റർ പേര് പറയണം എന്നുള്ളതുണ്ട്. പാലോ എന്താടാ എനിക്കറിയാൻ പേര് പറയാൻ, ഞാൻ ആലോചിക്കുന്നേ ഉള്ളൂ. സമയം തരണം, കാരണം ടാസ്ക് ഇപ്പൊ തന്നതേ ഉള്ളൂ. നമ്മളൊരു കാര്യം പറയുമ്പോൾ ആലോചിച്ച് പറയണം. അതുകൊണ്ടാണ് മുള്ളൻ പന്നി എന്നുള്ള കാര്യം എനിക്ക് സംശയിക്കേണ്ടി വന്നില്ല, ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് മുള്ളൻ പന്നി. ആര്യൻ എന്ന് പറയുന്നത്, ആര്യനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ആയിരിക്കാം ചിരിക്കുടുക്ക. ചിരിക്കുടുക്ക എന്നുള്ള പേരാണ് എനിക്ക് ആര്യനോട് പറയാൻ തോന്നിയത്. മുള്ളൻ പന്നി, ചിരിക്കുടുക്ക. ഈ ചിരിക്കുടുക്ക എന്നും ചിരിക്കുടുക്കയായിരിക്കട്ടെ, കുടുക്കയാവാതിരിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ചിരിക്കുടുക്ക, മുള്ളൻ പന്നി. താങ്ക് യു ബിഗ് ബോസ്. അടിപൊളി അടിപൊളി. നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദ്യത്തെ പരിപാടിയാണ് പേരിടിയിൽ. ഒരുപാട് പേരുകളിൽ ജീവിതത്തിൽ ഇടേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പേരുകൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള പേര് ഒരു ആദില നൂറ. ഇഷ്ടമില്ലാത്തത് റന ഫാത്തിമ. ഇവരെ ഇഷ്ടമുള്ളത്, ഇവർ രണ്ടുപേരും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ വരുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് ട്രെയിനിൽ വന്നപ്പോൾ ഒരു സിദ്ധൻ എന്നെ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ താമസിയാതെ 2 പൂൻപാറ്റകളെ കണ്ടുമുട്ടും, അവരോട് നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ മുൻജന്മത്തിൽ എന്തോ ബന്ധമുണ്ടായിരുന്നവരായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാ കള്ളം പറഞ്ഞാണ്. മോർണിംഗ് ആക്ടിവിറ്റീസ് വെരി സീരിയസ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ 2 പൂമ്പാറ്റകളെ കണ്ടു. എനിക്ക് അതുകൊണ്ട് ഇവരെ പൂമ്പാറ്റകളെന്ന് വിളിക്കാൻ ഇഷ്ടം. നെക്സ്റ്റ് ഇദ്ദേഹം ഡെലുലു എന്ന് പറയും. നമ്മൾ പറയും യുക്തിസഹമല്ലാത്ത ആശയങ്ങളും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന, ഒരു കാര്യം കുഴപ്പമില്ലാത്ത പറയുന്നതാണ് ഡെലുലു. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ പറയാനാണ് ഇഷ്ടം. കാരണം ഈ എന്തൊക്കെയോ
സംഭവങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ചെറിയ തലയിൽ വലിയ ആശയങ്ങളുമായിട്ട് നടക്കുന്നതെന്നാണ് ധാരണ. പക്ഷേ അതിലൊന്നും വലിയ കഴമ്പില്ലെന്ന ഔട്ട്പുട്ടിലേക്കൊന്നും വരുന്നില്ല. അത് ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പേര് മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന പേര് ഇതാണ്. ഇവർ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും. ഓക്കെ, ഇരിക്കണ്ട വാ. ഓഫ് കോഴ്സ് എനിക്ക് ആകെ ഒരു പേടി, ഇതിന്റെ പേരിൽ ഇനി ക്യാപ്റ്റൻസി കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ളൊരു അപേക്ഷയോടുകൂടി ഇഷ്ടമില്ലാത്ത ഒരാള് അനീഷേട്ടനാണ്. ഇഷ്ടമില്ല എന്നല്ല, ഇറിറ്റേറ്റിംഗ് എന്ന് വേണം പറയാൻ. ശരിക്കും എല്ലാ കാര്യത്തിലും ഒരു കാര്യം ഇപ്പൊ പറഞ്ഞാൽ പിന്നെ അപ്പഴായിരിക്കില്ല. പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് എഴുതി പഠിച്ചിട്ട് വന്നിരിക്കുക, ടോപ്പിക്ക് ഇന്നത് വെച്ചിട്ട് വേണം. അത് ആരുടെയും വായിന്ന് വീണ് കഴിഞ്ഞാൽ അപ്പം അതെടുത്തിട്ടിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാവരെയും അറ്റൻഷൻ സീക്കറായിട്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നിയിട്ട് ഉപമിക്കാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയത് ചൊറിയാൻ പുഴു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ കൊണ്ടിട്ടാലും നമുക്ക് അത് കയറി കഴിഞ്ഞാൽ ചൊറിയും. ആ ഒരു കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പോയി ചൊറിയണം, നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചൊറിയും. അങ്ങനെ ചൊറിഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളി സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ച് ഓക്കെ. ഇഷ്ടം ഉള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരികേച്ചി, സോറി സരിക, കുറച്ചുകൂടെ കിച്ചൺ ടീമിലായപ്പോൾ കുറച്ച് അറ്റാച്ച്മെന്റ് വന്നു. ആ കിച്ചൺ ടീമിലായതുകൊണ്ട് വേറൊന്നും അല്ല, ഷീസ് വെരി സ്വീറ്റ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അതായത് ഒരു വീട്ടില് നമ്മൾ കിച്ചണിൽ നിന്ന് കുറച്ചൊരു ഇന്ററാക്ഷൻ വന്നപ്പോൾ സ്വീറ്റ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഐ സജസ്റ്റ് ഹർ നെയിം മാധുരി. സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെയും പ്രത്യേകിച്ച് ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും അത് വലിച്ചു നീട്ടി തന്നെയും പിന്നെയും പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കേൾക്കാതിരിക്കുകയും ഉത്തരവാദിത്തമില്ലാത്തൊരു ക്യാപ്റ്റനായി മാറുകയും ചെയ്ത താങ്കൾക്ക് ഞാനിടാൻ ഉദ്ദേശിക്കുന്ന പേര് ഫേക്കൂട്ടൻ. ഫേക്കൂട്ടൻ. പിന്നെ ഇഷ്ടമല്ല, ഞാൻ വേണമെങ്കിൽ അനുമോളെ വിളിക്കും. ഇങ്ങ് വാ. ആന എപ്പോഴും ക്യൂട്ടാണ്. ഇടയ്ക്ക് എന്താ പറയാ, ചെറുതായിട്ട് കണ്ണൊക്കെ നിറയെങ്കിൽ ആളിപ്പോ നല്ല സ്ട്രോങ് ആയിട്ട് കണ്ണീരൊന്നും അങ്ങനെ പുറത്തു വിടാണ്ട് നല്ല എന്താ പറഞ്ഞ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അനുവിനോട് എന്തോ ഒരു ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഒരു ഇഷ്ടം തന്നെയാണ് അനുവിന്റെ അടുത്ത്. അപ്പൊ അനുവിനെ കാണുമ്പോ ഒരു ഡോളിനെ പോലെ തോന്നുന്ന കാരണം പാവക്കുട്ടി. ഇത്രേ ഉള്ളൂ. പാവക്കുട്ടി, ഫേക്കൂട്ടൻ. ഒരു ഓർഡറിൽ ചെയ്യണ്ടേ? ഇതൊക്കെ ആസ്വദിച്ചേണ്ട കാര്യങ്ങളല്ലേ ബിഗ് ബോസ് പറഞ്ഞോ. സരികേച്ചി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാ. ഓക്കെ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ആണ്. വാ ഇങ്ങോട്ടേക്ക്, വാ ഇവിടെ വന്നിട്ട് വെക്കും. എങ്ങോട്ട് അവിടെ മാറിയിരിക്കുന്നത്? തണലത്തൊന്നും പോലെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഈ ടേപ്പ് റെക്കോർഡ് പോലെ പറഞ്ഞത് തന്നെ കണ്ടന്റ് കട്ടായി പോകത്തില്ല. ഇവിടെ 10-71 ക്യാമറ ഉണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അത് കിട്ടും. ഓക്കെ, പ്രമോയിൽ കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് വലിച്ചു തരുന്ന ആവശ്യം നിങ്ങൾ എല്ലാവരും കാണുന്നത്. നിങ്ങൾ ആരും മറ്റേ ബുദ്ധിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇങ്ങേർക്ക് ഞാൻ ഇട്ടേക്കുന്ന പേര് വെരികുണ്ണി. ഓക്കെ, ആവശ്യമില്ലാത്ത സ്ഥലത്തിട്ട് ഉണ്ണി വരാനുള്ള കാരണം ചില സമയത്ത് അങ്ങോട്ട് മാറി ഇന്ന് അങ്ങോട്ട് ക്യൂട്ട്നെസ് വാരി അങ്ങോട്ട് വേദറും. അപ്പം ക്യൂട്ട്നെസ് അല്ല, എനിക്ക് ഒറ്റപ്പെടുകയാണ്. എന്നെ എല്ലാവരും പ്രേക്ഷകരുടെ റെപ്രസെന്റ് ചെയ്ത് വന്നേക്കുന്നത് കൊണ്ട് എന്നെ അവരങ്ങോട്ടേക്ക് ഞാൻ ഗ്രാമവാസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല. പറയട്ടെ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. നിങ്ങളെ ഞാൻ മാർക്കും. ഞാൻ ഹോട്ട് സീറ്റ് മറ്റേ എന്താണ് ശാരികയുടെ വേറെ എന്തോ ആണെന്ന്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഇങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ടൊന്നും ക്യൂട്ട്നെസ് വരത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു വെരികാണ്, അതായത് ഇങ്ങനെ ജീവി കൊള്ളുന്ന വെരികുണ്ണി. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നോക്കണ്ട, അതിനെ ഞാൻ പറയത്തില്ല. ആനിമോള് വാ. അയ്യോ, ഞാൻ തന്നെയല്ല പറഞ്ഞത്. ഞാന് ആര്യനാണ് എനിക്കിഷ്ടം. പക്ഷെ അടുത്ത ദിവസം ഞാൻ തന്നെ പറയാം. അനിമോളാണ്, വേറൊന്നും കൊണ്ടല്ല. അനിമോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വന്നപ്പോഴത്തേക്ക് എന്നെ പുച്ഛഭാവത്തോടെ നോക്കി വെള്ളമൊക്കെ തരാനൊക്കെ മടിച്ചു. ഞാനൊക്കെ പറയട്ടെ. പക്ഷേ അനിമോള്
ടു ബി ഓണസ്റ്റ് എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും മുഖത്ത് ആദ്യം തന്നെ കണ്ണിൽ വന്നിട്ടുണ്ടാവും. പിന്നെ എന്തിനാ വെറുതെ നിങ്ങൾ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യം? അങ്ങോട്ടേക്ക് ക്യൂട്ട്നസ് ഇട്ടാ പോരെ. അനിമോളിനെയാണ് എനിക്ക് ഇതുവരെ ഇഷ്ടം, ചിലപ്പോൾ മാറിക്കൂടുന്നില്ല. അതുകൊണ്ട് അനിമോളിനെ ഞാൻ പേരിടാൻ ആഗ്രഹിക്കുന്നത് ക്യൂട്ടി ലിറ്റിൽ പൈ. ദാറ്റ്സ് ഇറ്റ്. ക്യൂട്ട് ഗേൾ, ക്യൂട്ടി യാ ക്യൂട്ടി. പിന്നെ ഇത് വെരി ഗുണ്ടി. വെരി ഗുണ്ടി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ബിഗ് ബോസ്. ആദ്യം ഇഷ്ടമുള്ള ആളെ പറയാം, ജിസേൽ. എനിക്ക് ആദില നൂറനെ ഇഷ്ടമാണ്, പക്ഷെ യു ഓൾറെഡി ഗോട്ട് എ വോട്ട്. സോ ഓക്കെ കൂടുതൽ ഇഷ്ടം. കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ ഹൗസിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ഗുഡ് ലിസണറാണ്. ആദില നൂറ ഈസ് എ ഗുഡ് ലിസണർ ആൻഡ് യു ആർ ഓൾസോ എ ഗുഡ് ലിസണർ. ജിസേൽ ഇഷ്ടമില്ലാത്തത് അങ്ങനെ പേഴ്സണലി ഇഷ്ടപ്പെടാതെ നിന്നിട്ടില്ല, പക്ഷെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ നിന്ന്. ഒണിയൽ ചേട്ടൻ ചേട്ടന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രായം കൊണ്ട് രഞ്ജിത്തേട്ടനെ മാറ്റി നിർത്തിയെന്ന്. പക്ഷെ ചേട്ടന് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഏജ് വെച്ച് കുറച്ച് കണ്ട് ഇപ്പോഴും കൂടി കുറച്ച് കണ്ടത് രഞ്ജിത്തേട്ടനാണ്. 3-4-5 പ്രാവശ്യം എങ്ങാനും ഏജ് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് കേൾക്കാതെ അത് ജഡ്ജ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല. മനസ്സിലാവണമെന്നില്ല. അല്ല, നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രായം കൊണ്ട് മാറ്റി. ഓക്കെ, അപ്പം നിക് നെയിം എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു റീസൺ വെച്ചിട്ട് നിക് നെയിം എന്നുള്ള രീതിക്കില്ല. പക്ഷെ എന്നാലും ഐ കോൾ യു അടുക്കള വീരൻ. ഫൈൻ, ഓക്കെ. എനിക്ക് പേരിട്ടില്ല. സോറി. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ ചങ്കേന്നാണ് വിളിക്കല്. ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ ഇടയ്ക്കിടയ്ക്ക് ചങ്കേന്നാണ് വിളിക്കല്. സോ അപ്പോ ചങ്കേ ലൈക്ക് ഡിയറസ്റ്റ് പേഴ്സൺ. ഓക്കേ, ലൈക്ക് ദ ഹാർട്ട്. സോ ചങ്കേ അടുക്കള വീരൻ. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അപ്പാണി ശരത്തായിരിക്കും തീർച്ചയായിട്ടും. ചേട്ടൻ തന്നെ ആയിരിക്കും. പ്രേമുണ്ട്, അങ്ങനെ പറയാം. ബിക്കോസ് വന്നപ്പോൾ തന്നെ ഐ തിങ്ക് ഒരു കണക്ഷൻ എനിക്ക് തോന്നി. നല്ലൊരു മെന്റൽ ലെവൽ ഏറ്റവും കൂടുതൽ മാച്ച് ആയത് ഇതാണ്, അദ്ദേഹമാണ്. ആക്ച്വലി ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട് ഇവിടെ. കുറെ ആൾക്കാർ ഇങ്ങനെ ഗുണ്ട ലുക്കുണ്ട്, ഇത് അപ്പാണി ശരത്ത്. പക്ഷെ ഞാൻ വിളിക്കാൻ പോണത് ഒരു അപ്പുക്കുട്ടി എന്നായിരിക്കും. ബിക്കോസ് എത്ര ഒരു മുഖോ കണ്ണ് മഷിയിട്ടിട്ടും ഭയങ്കര സീരിയസ് ലുക്ക് ഉണ്ടെങ്കിൽ അകത്തൊരു അപ്പുക്കുട്ടൻ എന്തായാലും ഉണ്ട്. ആ ഒരു മനസ്സ് ഭയങ്കര ഒരു ബേബി ഹാർട്ടാണ് കേട്ടോ. സീരിയസ്ലി പറയണം, ഭയങ്കര ഒരു ബേബി ഹാർട്ടാണ്. ഒരു അടിപൊളി മനസ്സാട്ടോ, സീരിയസ്ലി 100%. ഇഷ്ടമില്ലാത്ത ഐ തിങ്ക് മുൻഷേട്ടനായിരിക്കും. ബിക്കോസ് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു മെൻറ്ററായിട്ട് കരുതി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ. പുള്ളി പറഞ്ഞു ഇങ്ങനെ മഗ്ഗൊക്കെ എടുക്കണം. ഞാൻ തന്നെ ചില മിസ്റ്റേക്സ് കാണിച്ചു, മഗ് അവിടെ മറന്നുപോയി. അപ്പോൾ മുൻഷേട്ടൻ പറഞ്ഞു ഇങ്ങനെ മഗ് എടുത്ത് പോകണം. അപ്പോൾ ഞാനത് അനുസരിച്ചിട്ട് ഞാനത് മാറാൻ നോക്കി, ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. മഗ് എടുത്ത് നെക്സ്റ്റ് ടൈം എൻ്റെ മഗ് അല്ലാത്ത മഗ് എടുത്ത് ഞാൻ കിച്ചണിൽ പോയി ഇട്ടു. അത് ഒബ്സർവ് ചെയ്തു, അത് എല്ലാവരും അറിയാം. പക്ഷേ ലാസ്റ്റ് വോട്ട് ഔട്ടിൽ ഒരു റീസൺ ഇല്ലാത്ത എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, അതൊരു ലോജിക്ക് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് മുൻഷേട്ടനാണ്. ഇരട്ട പേര് മുഷ്നി ആയിരിക്കും. മുഷിഞ്ഞി ഗെയിമിനൊരു അവസാനം വേണ്ടേ, ഒരു ഇഷ്ടപ്പെട്ട ആളാണോ? ഇഷ്ടപ്പെടാത്ത ആളാ. അങ്ങനെയല്ല, ഇഷ്ടമുള്ള ചോറി. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഒരാള് പറയുമ്പോഴേ നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞത് ഒരു 3-4 വട്ടം കേൾക്കണം. അത് റേഡിയോ. അതായത് ഇന്നിപ്പോൾ നമ്മൾ കുതന്ത്രം പാട്ട് ഇവിടെ പ്ലേ ചെയ്ത് അതൊരു 3 പ്രാവശ്യം 3 ദിശയിലാണ് അനീഷ് പാടി. റേഡിയോ പോലും അങ്ങനെ ഏൽപ്പിക്കാറില്ല. അപ്പോൾ അനീഷ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയണം. കാരണം മനസ്സിലായോ, നമ്മളങ്ങോട്ടൊന്നും പറയാൻ പാടില്ല, അനീഷ് പറഞ്ഞ കേൾക്കണം. അതുകൊണ്ട് റേഡിയോ. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെന. അതായത് റെനക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെന നമ്മളെ ഈ ഒരു മിൽക്ക് പൗഡർ മാതിരിയാണ്. നമുക്ക് എന്തിലും മിക്സ് ചെയ്താലും അതിൽ മിൽക്ക് ഉണ്ടാവും. ആ കുട്ടിത്തം മാറാത്ത കാരണം സെറിലാക്ക് എന്നാണ് റേനയുടെ പേര് കേട്ടോ. ഇത്രയും ഒരു ചെറിയ ബേബി, മനസ്സിലായോ, അങ്ങനെ ഒരു നല്ലൊരു ബേബി ആയതുകൊണ്ട് സെറിലാക്ക്. പിന്നെ റേഡിയോ.
ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഞാൻ വിളിക്കുന്നത് ഒനീൽ. കാരണം എനിക്ക് കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റുകൾ പുള്ളി പറഞ്ഞു തന്നു. കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് തമ്മിൽ അറിയാം. അത് കൂടുതൽ ഞാൻ അത് പറയണില്ല. പറയണോ? അല്ല അങ്ങനെയല്ല, അത് വേണ്ട, പേഴ്സണൽ കണക്ഷൻ. അല്ല ഒന്നുമില്ല. എനിക്ക് കുറെ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ഒനീൽ സാബുവിൽ കണ്ട, എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഒനീൽ സാബുവിൽ കണ്ട ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് പുള്ളിയുടെ സെൽഫ് കോൺഫിഡൻസും പുള്ളിയുടെ അറിവിലുള്ള കോൺഫിഡൻസും ഭയങ്കര അപാരമാണ്. അതായത് ആൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ആ അറിവുകൾ ഉള്ളത്, അതായത് ഉള്ള അറിവിനെ, അതായത് നമുക്ക് അത്രയൊന്നും അറിവില്ല, അതില്ല. ഉള്ളതിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഒരു സെൽഫ് കോൺഫിഡൻസ് ഇത്രയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന പേരാണ് ഈ പുള്ളിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മിസ്റ്റർ പെർഫെക്റ്റ്. താങ്ക് യു. പിന്നെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് രേണു. ഇഷ്ടമല്ല രേണു. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സേഫ്റ്റി ടാങ്ക് ആണ് ഇട്ട പേര്. അല്ല, വിളിക്കണേ വിളിച്ചാൽ മതി. എൻ്റെ അടുത്ത് പേരിടാനേ പറഞ്ഞിട്ടുള്ളൂ. അതായത് എനിക്ക് ഇവിടെ കുറെ ടോക്സിക് സാധനങ്ങൾ പുള്ളിക്കാരത്തിൽ ഫീൽ ചെയ്തു. അപ്പം നമ്മളെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ അവിടെ ഡംപ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രഞ്ജിത്തേട്ടൻ. രഞ്ജിത്തേട്ടൻ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ എന്നെ ഒരുപാട് ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ടാണെങ്കിലും എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയൊരു സമാധാനം ഈ ഹൗസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വന്ന അന്ന് മുതൽ കാണുന്നത് നമ്മളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നവീനൊക്കെ ഡ്രസ്സിന് വേണ്ടിയിട്ട് കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ആള് വന്ന അന്ന് മുതൽ ഇടാൻ തുടങ്ങുന്ന ഡ്രസ്സ് ഫ്രീക്കൻ ഡ്രസ്സാണ്. അതുകൊണ്ട് ഫ്രീക്കൻ എന്നൊരു പേരാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത് എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ എന്നോടൊരാൾ പറഞ്ഞു എന്നത് വിളിക്കല്ലേ എന്ന്. അപ്പം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് വിളിക്കല്ലേ വേണ്ടത്. ഞാൻ പേര് പറഞ്ഞിട്ടില്ല, അതിന് അല്ലല്ല ഞാൻ പറയാം. നിങ്ങൾ എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ സ്ട്രാറ്റജി ആയിരുന്നത്. ഞാൻ പറയണോ നിങ്ങൾ പറയണോ പേര്? ഞാൻ വന്ന അന്ന് മുതൽ ഇട്ട പേരാണ് ടുട്ടുമോൻ. ഈ ശരീര ഇതിന് ഏറ്റവും ആപ്റ്റായുള്ള പേര് ടുട്ടുമോനാണെന്ന് എനിക്ക് തോന്നി. അത് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വന്ന അന്ന് മുതൽ എന്നെ ടാർഗറ്റ് ചെയ്ത് എനിക്കുള്ള പണികൾ എങ്ങനെ തരാമെന്ന് നോക്കി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവന് ഇഷ്ടമല്ലാത്തൊരു പേര് അവന് തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒനീലിനെ വിളിക്കുന്നു. അതിന് കാരണം വേറൊന്നുമല്ല, വന്നത് മുതൽ ഒരുപാട് കോൺഫിഡൻസുമായിട്ടാണ് മച്ചാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കി. എൻ്റെ വൈബുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ടും എനിക്ക് തോന്നി. ഒരുപാട് ആശയങ്ങളുണ്ട്, അതും എൻ്റെ ആശയങ്ങളുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു ഇതായിട്ട് തോന്നി. സോ ഒനീലിനെ ഞാൻ പറയുന്നു. ഇഷ്ടമല്ലാത്ത ആൾ രഞ്ജിത്തേട്ടൻ. മച്ചാൻ എന്നാണ് പേര് കേട്ടോ, മച്ചാൻ. എൻ്റെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ വിളിക്കുന്നതാണ് മച്ചാൻ. രഞ്ജിത്തേട്ടനെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രഞ്ജിത്തേട്ടനെ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു ടാസ്കിനിടെ പോലും നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ അത് രഞ്ജിത്തേട്ടൻ ഒരു ആക്റ്റീവ് ആകാൻ വേണ്ടി എവിടെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് പോലെയും പിന്നെ അതൊരു പേഴ്സണലായിട്ട് എടുത്തിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതായിട്ടൊക്കെ എനിക്ക് സംടൈംസ് തോന്നി. സോ രഞ്ജിത്തേട്ടനെ ഞാൻ പറയുന്നു. പിന്നെ ഒരു എന്താ പറയുക, ഇരുതല മൂരി എന്ന് പേരിടുന്നു, അത്രയേ ഉള്ളൂ. എനിക്കിവിടെ ഇഷ്ടമല്ലാത്തത് അനീഷേട്ടൻ. പുള്ളിയുടെ വിചാരം പുള്ളി ഇവിടുത്തെ വലിയ രാജാവാണ്, വലിയ സംഭവമാണെന്ന്. പക്ഷെ പുള്ളി മനസ്സിലാക്കുന്നില്ല പുള്ളിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി പീസ് എന്ന്.
സോ ഞാൻ ടിൻഡു മോൻ എന്ന് പേരിടും. ഓക്കെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡോളിൻ്റെ പേരാണ് പിങ്കി. സോ എനിക്കിവിടെ കുറച്ചുകൂടി കണക്റ്റായി തോന്നിയത് അനുമോൾ. സോ ഞാൻ പിങ്കി എന്ന് വിളിക്കും. പിങ്കി ആൻഡ് ടിൻഡു മോൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് നേരത്തെ തന്നെ ഭയങ്കര ആരാധനയുള്ള ഇഷ്ടമുള്ള കുറച്ച് രണ്ടുപേരും ഇവിടെ ഉണ്ട്. ആദില ആൻഡ് നൂറ. അതാണ് എനിക്ക് മൈ ഫേവറേറ്റ് പേഴ്സൺസ്. ആൻഡ് ഓഫ് കോഴ്സ് ഇഷ്ടമില്ലാത്ത പേഴ്സൺ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പേഴ്സണൽ വെന്റിറ്റി ഒന്നുമില്ല. എൻ്റെ ക്യാരക്ടർ കൊണ്ടും അദ്ദേഹം ബിഗ് ബോസിൽ കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ടും എനിക്കിഷ്ടമില്ലാത്ത വ്യക്തിയാണ് മിസ്റ്റർ ക്യാപ്റ്റൻ. അപ്പോൾ ആദ്യം ഇഷ്ടമുള്ള കാര്യം പറയട്ടെ. ബിക്കോസ് ഞാൻ ഇവരുടെ ഒരു ബോണ്ടേജ്, ഒരു ലവിൻ്റെ ഒരു ബോണ്ടേജ് ആയിട്ടൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം. അവരുടെ അപ്പാർട്ട് ഫ്രം ജെൻഡർ, നമ്മുടെ ജെൻഡറിനപ്പുറം ഒരു ലവ് സിമ്പിളായിട്ട് നമുക്ക് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് ഇവർ. സോ ഞാൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു മൂവി ഉണ്ടായിരുന്നു, ബ്ലൂ ലഗൂൺ. സോ യാ, അതുകൊണ്ട് ഞാൻ ഇവർ ബ്ലൂ ലഗൂൺ ഫസ്റ്റ് പാർട്ട്. ബ്രൂക്ക് ഷീൽഡ്. നോ, ബ്ലൂ ലഗൂൺ. മില ജോവോവിച്ച്. ഞാൻ ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നീല കായലുകൾ എന്നാണ്. സോ ബ്ലൂ ലഗൂൺസ്. ബ്ലൂ ലഗൂൺ, നീല കായൽ. യാ, ലഗൂൺ മീൻസ് കായൽ, റിവർ. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയാണ്. സോ നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുന്നു, ബ്ലൂ ലഗൂൺസ്. ഇത് കണ്ടു നോക്കൂ, സൂപ്പർ ലവ് മൂവിയാണ്. അനീഷിന്റെ പേര് പറയാം. ഓക്കെ. അപ്പോൾ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ വെന്റിറ്റി നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അയാൾ പുറത്തെങ്ങനെയാണെന്നുള്ള ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഹൗസിൽ വരുമ്പോൾ അവരുടെ ബിഹേവിയർ ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് എനിക്ക് തോന്നിയത് ഒരു ഫേക്ക് പേഴ്സൺ ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ക്വാളിറ്റി ഇല്ലായ്മ. അതൊരു പൊസിഷൻ കൊടുത്താൽ പോലും അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നില്ല. ഒരു ഡൊമിനൻസ്, നമുക്ക് ഡൊമിനൻസ് ആവാം, അതിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഡൊമിനൻ്റ് ആവണം എപ്പോഴും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് കൊടുത്ത ആളെ പോലും റെസ്പെക്റ്റ് ഇല്ല. എന്താണ് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്? നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ ആദ്യമേ ഞാൻ പറഞ്ഞു മെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനൊരു എബിലിറ്റി വേണം. ഇല്ലെങ്കിൽ നമ്മളത് ലീവ് ചെയ്തു പോവുക. അതിന് പകരം എനിക്ക് റെസ്പെക്റ്റ് കിട്ടണം, ഞാൻ അങ്ങോട്ട് തരും. ഇതൊന്നും ഒരിക്കലും ഒരു ക്യാപ്റ്റന് ശുഭകരമല്ല. സോ അദ്ദേഹം എന്ത് പൊസിഷൻ കൊടുത്താൽ അത് വേസ്റ്റ് ആക്കി കളയുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ അദ്ദേഹത്തെ വിളിക്കും ടോട്ടൽ അട്ടർ വേസ്റ്റ്. സോ അട്ടർ വേസ്റ്റ്, അട്ടർ വേസ്റ്റ്. ആദില നൂറ. എനിക്ക് നിങ്ങളെപ്പറ്റി അറിയില്ലായിരുന്നു. നല്ല കൂടുതൽ മനസ്സിലാവും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ കൂടുതലും പിന്നെ ഞാൻ ഇവർ കണ്ടതൊരു വെറുതെ അങ്ങോട്ട്. രേണു, മൈക്ക് ശരിയായി ധരിക്കുക, അതിനുശേഷം സംസാരിക്കുക. എനിക്ക് ഇവരെ രണ്ടിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ കൂടാതെ എന്താ പറയുക, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടത്തില്ല, ചാടിക്കടിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഇപ്പം എന്നോടാണെങ്കിൽ പോലും എന്തായപ്പോലും നിങ്ങൾ ആ കറക്റ്റ് കാര്യം അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ, എന്തെങ്കിലും സംസാരിക്കത്തുള്ളൂ. ചുമ്മാ ബഹളം വെക്കണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ബഹളം വെക്കാം. എന്നെ പറഞ്ഞുകൊണ്ടല്ല അക്ബറിനെ എനിക്കിഷ്ടമില്ല. വരും പാട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പാട്ടുകാരെയൊക്കെ നമ്മൾ ഒത്തിരി ആരാധിക്കുന്നവരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകാരെ. അപ്പം എങ്കിൽ പോലും എന്നെ പറഞ്ഞ് ഇങ്ങനെ കടിച്ചു കീറാ ഇങ്ങനെ ഞാൻ എവിടെയുണ്ടോ അവിടെ ഇങ്ങനെ വരുന്നതുകൊണ്ട് വേട്ടപ്പട്ടിയായിട്ട് എനിക്ക് തോന്നി. സോ വേട്ടപ്പട്ടി എന്ന് ഞാൻ ഇവരെ രണ്ടിനെ ഞാൻ എൻ്റെ സ്വീറ്റ് നെയിമിൽ ഇവളെ ഞാൻ മിട്ടു, ഇവളെ ഞാൻ മിന്നു എന്ന് വിളിക്കട്ടെ. വേട്ടപ്പട്ടി എന്നാണ് ഞാൻ വിളിച്ചു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് മുൻഷി രഞ്ജിത്തേട്ടൻ. അതെന്താ കാരണം എന്ന് വെച്ചാൽ പിന്നെ പൊതുവെ പുറത്തുനിന്ന് ഉണ്ടാകുന്ന നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും പറയട്ടെ മുൻഷി രഞ്ജിത്തേട്ടൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയൊരു കാര്യം, ഞാൻ സത്യമാണ് പറഞ്ഞത്, മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ നിന്ന് നമുക്ക് ആദ്യമേ ടാസ്ക് തന്നല്ലോ. അപ്പം മുൻഷി രഞ്ജിത്തേട്ടൻ അവിടെ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ആദില നൂറേനെയായിരുന്നു. പക്ഷെ വേറുള്ളവരും തിരഞ്ഞെടുത്തിട്ടുണ്ട്, അത് വലിയ അത്ഭുതമൊന്നുമല്ല. എനിക്ക് ആദില നൂറേനെ ഇഷ്ടം. ഇനി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ അവർക്ക് ദൈവസത്യം ഒരു പേരിട്ടു, പൂമ്പാറ്റകൾ. പക്ഷെ ദൈവസത്യം രഞ്ജിത്തേട്ടൻ അത് ഇവിടെ വന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ തമ്മിലുള്ള കണക്ഷൻ എനിക്ക് കുറച്ചും കൂടെ ഭയങ്കര. ഞാൻ ഇഷ്ടമുള്ള ആളുടെ പേര് സരിക എന്നായിരുന്നു വെച്ചിരുന്നത്, ചിരിക്കൂടൊക്കെ എന്നായിരുന്നു പേരും വെച്ചത്. അതിനിപ്പോ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. എനിക്ക് മുമ്പേ ശരത്ത് വന്ന് ചിരിക്കൂടുക പറഞ്ഞപ്പോ അല്ല ഇത് ഞാൻ എനിക്കത് ഭയങ്കര അത്ഭുതമായി. അല്ല എനിക്കത് ഭയങ്കര അത്ഭുതമായി. കാരണം ഇത്രയും ആ പൂമ്പാറ്റകൾ എന്നുള്ള ഞാൻ എത്ര ആലോചിച്ചിട്ട് അറിയോ ഞാനത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്.
അപ്പോൾ അത് ഈ ചങ്ങായി പറഞ്ഞപ്പോൾ എനിക്കിനി എന്ത് ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് മൂപ്പര് തന്നെ എൻ്റെ കണക്ഷനിൽ ഫസ്റ്റ്. ആക്റ്റീവ് അല്ല ആക്റ്റീവ് കണക്ഷൻ കൊടുക്കുന്ന ആള് പോസ്റ്റ്മാൻ. ഇഷ്ടമില്ലാത്ത റെന ഫാത്തിമേനെ. കാരണം ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പാട്ടും ഡാൻസ് അങ്ങനത്തെയൊക്കെ കുറച്ച് കുറയ്ക്കണമെന്ന്. ഞാൻ വളരെ എന്നോട് അത്രയ്ക്കും പറഞ്ഞപ്പം മാത്രമാണ് ഞാനത് ചെയ്തത്. അടുക്കളയിൽ ഞാൻ തീരെ ആഗ്രഹിച്ചിട്ടുണ്ടായില്ല, നിർബന്ധിതയായി അവിടെ പോയിരുന്നതാണ്. അപ്പോൾ അതിനെ അവർ നോമിനേഷൻ വന്നപ്പോൾ വേറെ എന്തും പറയായിരുന്നു. ആ ലുക്കും ആ പറച്ചിലിൻ്റെ സുഖം എനിക്ക് കിട്ടില്ല. അതായത് അതേ വെറും പാട്ടും കൂത്തും, അങ്ങനെ വെറും പാട്ടും കൂത്തല്ല, ഈ പാടാനും പാചകം ചെയ്യാനും അതിൻ്റെതായ ഇതുണ്ട്. അപ്പോൾ അത് പിന്നെ മനസ്സിലാക്കി തരും, ഇംഗ്ലീഷിൽ അടക്കിയിട്ട് പറയട്ടെ. അപ്പോൾ അതൊരു ഭയങ്കരമാക്കി പറഞ്ഞു കളഞ്ഞു. ആ സമയത്ത് അവർക്ക് പറയായിരുന്നു സരി ചേച്ചി കുറച്ചും കൂടെ മറ്റുള്ള കാര്യത്തിൽ ഇടപെടുന്നില്ല. പക്ഷെ ആ വെറും പാട്ടും പാചകം എന്ന് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ 2K കിഡിനെ പറ്റി അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ തിരുത്തി. 2K കിഡിനല്ല, വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് ഇവിടെ എല്ലാവർക്കും ബുദ്ധിയും ബോധവും ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ എൻ്റെ നിലപാട് മുപ്പത്തിനോട് പറഞ്ഞിട്ടും എനിക്ക് നിലപാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് 2K കിഡ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും ഒരാളെ പേര് പറയാം, നെവിൻ. ഞാനോ അനുമോളെ അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല പോടുന്നു. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും നെവിനെ ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നെവിനെ എപ്പോഴും ഞാൻ വാച്ച് ചെയ്താലും നെവിൻ എപ്പോഴും ഈ ചീവീട് ചലിച്ചു ഈ എന്താ പറയുക ചീവിക്കൊണ്ടിരിക്കുന്ന പോലെ എപ്പോഴും ഇങ്ങനെ ഓരോ കോമഡികൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മറ്റുള്ളവർക്കത് വിഷമം ഉണ്ടാവോ ഇല്ലൊന്നും അവൻ നോക്കത്തില്ല. പക്ഷെ വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനത് ഹാൻഡിൽ ചെയ്യാൻ അവനറിയാം നന്നായിട്ട്. ഭയങ്കര രസം, നല്ലൊരു എന്റർടൈനറാണ് സത്യം പറഞ്ഞ, അടിപൊളിയാണ്. അത് എനിക്ക് തോന്നുന്നു ഫൈനലൊരു പുള്ളിക്കാരൻ എന്താ പറയണ്ടേ എല്ലാവരെയും ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊണ്ടുപോകും നല്ലൊരു വ്യക്തി, നല്ലൊരു പ്ലെയറാണ് പുള്ളി, നല്ലൊരു ഗെയിമറാണ്, എല്ലാം കൊണ്ട് നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് നെവിനെ ഭയങ്കര ഇഷ്ടമാണ്. പേര് എനിക്ക് ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ തോന്നുന്നുണ്ട്. അത് വേണ്ട, ഉണ്ണിക്കുട്ടനാ നമുക്കെല്ലാവർക്കും. എനിക്ക് ഉണ്ണിക്കുട്ടൻ വിളിക്കാൻ തോന്നുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ പോയി. അപ്പൊ ഈ ഡ്രസ് വേണ്ട ബിഗ് ബോസ്, അല്ല ഈ ഡ്രസ് ഞാൻ എടുത്തു. ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ എനിക്ക് പല സമയങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് വിഷമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി കാരണം. അക്ബർക്ക ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഊതി വീർപ്പിച്ച് അതിനെ വലുതാക്കി എടുക്കുക. അതെന്താണെന്നോ ഏതാണെന്നൊന്നും അന്വേഷിക്കാനോ ഒന്നും പോകത്തില്ല. അവിടെ കേട്ടത് ഇവിടെ വന്ന് പറഞ്ഞ് അതിനെ വലിയ എന്താ പറയണ്ടേ ഒരു ബലൂണ് വീർപ്പിച്ച് വലുതാക്കാന്നൊക്കെ അതിനെ പൊട്ടിക്കുക ലാസ്റ്റ്. അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. എന്താ പറയണ്ടേ ഒരു പാഷണത്തി ക്രിമി, പേര് പാഷണത്തി ക്രിമി. അല്ല എനിക്ക് 3-4 ആൾക്കാർ ഇഷ്ടമാണ്. ഇഷ്ടമില്ലാതെ ഞാൻ പറയത്തില്ല ഇഷ്ടമില്ല, പക്ഷെ ലീസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയും. ലീസ്റ്റ് ഫേവറേറ്റ് ആണ് അപ്പാനി ശരത്. വൈ? ബിക്കോസ് ഞാൻ വന്ന ദിവസം കൊണ്ട് എനിക്കൊരു ഇങ്ങനെ വെറുപ്പ് കൊണ്ട് നോക്കും. സ്പെഷ്യലി നമ്മൾ അവിടെ ഇരിക്കത്തില്ല TV റൂമിൽ, അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കും ഇങ്ങനെ. പിന്നെ ചിലപ്പം പറയും നീ എന്താ ഈ മേക്കപ്പ് ചെയ്തിരിക്കണം, ഞാൻ നിന്നെ കാണിക്കാം. പിന്നെ എൻ്റെ പേര് ഇങ്ങനെ 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 നോക്കും. നോമിനേഷൻ ആകട്ടെ എന്തെങ്കിലും ആകട്ടെ എൻ്റെ പേര് വായിക്കാൻ അവിടെ തന്നെ നോക്കിയിരിക്കും. പിന്നെ നോക്കിയിട്ട് പിന്നെ ഒരു വെറുപ്പ് കൊണ്ട് നോക്കും. പിന്നെ ഇങ്ങനെ നോക്കും. എപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി എന്നെ വെറുക്കും. അല്ല അപ്പൊ ഒരു ഞാൻ ഫേസിൽ ഒരു കുറെ ഹേറ്റഡ് കാണും എനിക്ക് പറ്റി. ഇന്നലെ എന്നോട് പറഞ്ഞു വെറുതെ ഒരു സാധനം എടുത്ത് എന്നെ ഗുണ്ട പറഞ്ഞു ഇത് പറഞ്ഞു എങ്ങനെയെങ്കിലും ആയിട്ട്. ഹി ഡസന്റ് ലൈക്ക് മീ, സോ ഐ ഡോണ്ട് ലൈക്ക് ഹിം. ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് യു, ഐ ലൈക്ഡ് യു, ഐ ട്രൈഡ് ബീങ് ഫ്രണ്ട്സ് വിത്ത് യു. ഞാൻ ഫ്രണ്ട്ഷിപ്പ് ചെയ്യാൻ കുറെ ശ്രമിച്ചു, പക്ഷെ ഇയാൾക്ക് ഞാൻ ഇഷ്ടമല്ല. അപ്പൊ പറ്റത്തില്ല. റൗഡി ശരത്. താങ്ക് യു ബിഗ് ബോസ്. ഇനി ആളെ പറയും നെക്സ്റ്റ് നോമിനേഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആര്യനാണ്. ബിക്കോസ് ഹീസ് ലൈക്ക് ദ കംഫർട്ട് സോൺ. ഇവൻ എന്നെ മനസ്സിലാക്കും, ജഡ്ജ് ചെയ്യത്തില്ല. പിന്നെ ഞാൻ ഓർക്കണ ഇവനും ഓർക്കും. മനസ്സിലായില്ലേ എന്ന് വെച്ചാ ഒരു അതിൽ എനിക്ക് മനസ്സിലാക്കും ചില കാര്യങ്ങൾ റൈറ്റ് ആണ് റോങ് ആണ്. അപ്പൊ ഒരു
ഒരു ലൈക്ക് ഫീൽ ഹോം ഫാക്ടറാണ്. മലയാളം പേരിടുകയാണെങ്കിൽ കൺമണി. ഇഷ്ടമുള്ള ആള് ശരത്തേട്ടൻ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വരുന്നതിന്റെ മുന്നേ പുള്ളി ഭയങ്കര ആക്ടറും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മിങ്കിളാവാനൊക്കെ ടൈം എടുക്കും, പെട്ടെന്ന് സംസാരിക്കൊന്നും ഇല്ലായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച്. ചേട്ടനോട് അറിയാമായിരുന്നു നമ്മള് പ്രൊഡക്ഷൻ ലിസ്റ്റിലും കാര്യങ്ങളും കണ്ടിട്ട് ചേട്ടൻ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ പാട്ടിലാണ് ചേട്ടൻ മെയിൻ ആയിട്ട് അറിയുന്നത്. പക്ഷെ വന്നപ്പോ ആള് ഒരു അണ്ണാരക്കണ്ണന്റെ പോലെ എല്ലായിടത്തും ചാടി 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 എല്ലായിടത്തിലും എത്തും, എല്ലാരോടും മിങ്കിൾ ചെയ്യുന്നുണ്ട്. എല്ലാ ടാസ്കും അതിന്റേതായിട്ടുള്ള സ്പിരിറ്റ് ഉണ്ട് ആൾക്ക്, ഭയങ്കര ഹൈ സ്പിരിറ്റ് ആയിട്ട് തോന്നി. ഈ ഷോക്ക് അതാണ് വേണ്ടതെന്ന് തോന്നി. ആ ഒരു സെൻസിൽ എടുക്കുന്നുണ്ട്, അല്ലാതെ ഉള്ളിൽ ഗ്രഡ്ജ് വെച്ച് നിൽക്കുന്ന പോലെ ഒന്നും തോന്നിയില്ല. അത് കഴിഞ്ഞു, അത് ഭയങ്കര ഇഷ്ടമായി. അണ്ണാരക്കണ്ണ് ചാടി ചാടി നിക്കണോണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഞാൻ അനീഷേട്ടനെയാണ് വിളിക്കുന്നത്. അനീഷേട്ടനെ ആദ്യം ഉദ്ദേശിച്ചത് പാഷാണത്തിൽ കൃമി എന്നാണ്. നമ്മുടെ അണു എടുത്തത് കൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ചൂസ് ചെയ്തൊരു പേരാണ് മിസ്റ്റർ അപ്പി. റീസൺ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറഞ്ഞു, ഒറ്റതാണ്, ഒരാൾ ഡോമിനേറ്റിംഗ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ബിഗ് ബോസ് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് റൂൾസ് കൊണ്ടുവന്നിട്ട് ഇവിടെ കിടന്ന് ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല. ബിഗ് ബോസ് എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പുള്ളിക്ക് അങ്ങനെ പറഞ്ഞ പേരാണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. പുള്ളിന്റെ ഫീലിങ്സ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നിട്ട് ഇങ്ങനെ നടക്കും. അപ്പോ പുള്ളിയുടെ ഒരു അപ്പി റാമ്പ് വർക്കാണ് പുള്ളി ചെയ്യല് ഓൺ എ ഡെയിലി ബേസിസ്. അപ്പോൾ തീരെ നിലവാരമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അതിന്റെ ബാക്കി എക്സ്പ്ലനേഷൻ പറയാൻ ഒരു ചങ്കൂറ്റം കാണിക്കണം. അത് ആരാണെങ്കിലും ആ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ വന്ന് പറയാം. അത്ര ധൈര്യം ഇല്ലാണ്ട് വെറുതെ വന്ന് പുലമ്പുന്ന ഒരാൾക്കുള്ള ഷോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിച്ചു വന്നതല്ല. നമ്മളിപ്പോ ഇവിടെ എങ്ങനെയാണോ ആൾക്കാർക്ക് ആ ഒരു ഓർഗാനിക് സാധനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ സ്ക്രിപ്റ്റഡ് ആണെന്ന് നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൽ ഇടപെടാം, അല്ലെങ്കിൽ ഞാൻ പഠിക്കട്ടെ നടന്ന് നേരറിയാൻ CBI ഇല്ലേ നടന്നിട്ട് ഈ സാധനം പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ പോലും ലാസ്റ്റ് ഒന്നുമില്ലാണ്ടാവുന്ന ഒരു പീസ് ഓഫ് ഷിറ്റ് ആയിട്ടാണ് ചേട്ടനെ തോന്നുന്നത്. ഒരു ഇതുമില്ല, പറയുന്നതിൽ ഒരു കഴമ്പില്ല. അറ്റ്ലീസ്റ്റ് പറയാനെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അപ്പൊ നമുക്ക് ഉള്ളോട്ട് പോകണം അപ്പിയായിട്ട് കൺസിഡർ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിനെ പറയുന്നത്. പറഞ്ഞില്ലേ, എല്ലാവരും പറഞ്ഞില്ലേ. ഏറ്റവും ഇഷ്ടമില്ലാത്ത ആള് അനുമോൾ. ഇത് ശരിക്കും ഒരു സ്ത്രീക്കെതിരെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന അനുമോൾ അതിനെ പ്രതികരിക്കാതെ ഇരുന്നു എന്നുള്ളത് അത്രമാത്രം സ്ത്രീകളോടുള്ള ഒരു ചതി എന്ന രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത്. അനുമോള് അവിടെ പ്രതികരിക്കണമായിരുന്നു. സോ ഒറ്റ റീസൺ ആണോ? അതെ, വേറെ റീസൺ ഉണ്ടോ? എന്റെ സ്പേസ് ആണ്. സോ ചതിയെത്തി എന്ന പേരാണ് ഞാൻ അനുമോൾക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞോ? ചതിയെത്തി. ഓക്കെ, അവിടെ നിൽക്ക്. ഇനി ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി റന ഫാത്തിമ. ബിക്കോസ് ഞാൻ നടക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മാർഗമൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും, ഞാൻ നടന്നു വരുമ്പോൾ മാർഗമൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു പൂവ് പോലെ, ഒരു ഫ്ലവർ പോലെ, ഒരു ഫ്ലവർ പോലെ പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു പൂവ് പോലെ എനിക്ക് തോന്നി റനേനെ. സോ റന ഇഷ്ടപ്പെട്ട പൂവ്. ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാത്തത് അനീഷിനെയും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് 3 വോട്ടുകളുമായിട്ട് അനുമോളെയും 3 വോട്ടുകളുമായിട്ട് ആദില നൂറയാണ്. ഇവർ രണ്ടുപേരും, അനുമോളെയും ആദില നൂറേനെയും, ഇവർ രണ്ടുപേരും ടൈ വന്നിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? അനീഷിന് ലഭിച്ച പേരുകളിൽ ഏതാണ് അനീഷ് തിരഞ്ഞെടുക്കുന്നത്? ശരത്ത് പറഞ്ഞ മുള്ളംപന്നി എന്ന് പറയുന്ന വാക്ക് എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് മുള്ളംപന്നി. അനുമോൾ. പാവക്കുട്ടി. പാവക്കുട്ടി ബിഗ് ബോസ്.
ആദില നൂറ. പൂമ്പാറ്റകൾ. അത് മതി. പക്ഷെ 2 പൂമ്പാറ്റകൾ. സോറി, ഒരു മിനിറ്റ്. മിട്ടു മിന്നു എടുക്കാം. അതാവുമ്പോ രണ്ടുപേർക്കും രണ്ടുപേരും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാലോ. പാവക്കുട്ടി, മുള്ളൻ പന്നി, പൂമ്പാറ്റകൾ. പിന്നെ ബാക്കി എല്ലാവർക്കും ഇപ്പോൾ പിരിഞ്ഞു പോകാം. താങ്ക് യു ബിഗ് ബോസ്.